അല്പസമയത്തെ നമ്മുടെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. സഹോദരം, ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട. മനുഷ്യൻ മരിച്ചാൽ എവിടെ? വേദപുസ്തകത്തിൻ്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് മനുഷ്യൻ്റെ വീണ്ടെടുപ്പാണ്. നമ്മുടെ രക്ഷയാണ്, നമ്മുടെ വീണ്ടെടുപ്പാണ്. ആമേൻ. എത്ര പേർക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയും? ഇതോട് ചേർന്ന് ഒരു ഭാഗം കൂടെ വായിച്ചാട്ട് 2 പത്രോസ് 3-10-ാമത്തെ വാക്യം കൂടെ. കർത്താവിൻ്റെ ദിവസം കളനെ പോലെ വരും. കർത്താവിൻ്റെ ദിവസമോ കളനെ പോലെ വരും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയും. ഭൂമിയും അതിലുള്ള പണികളൊക്കെയും ബന്ധുപോകും. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു. ആമീൻ. പെട്ടെന്ന് എടുത്തെങ്കിലൊന്ന് വായിച്ചാട്ടെ. പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. മതി. അപ്പൊ നോക്കുക, വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നു പഴയ ആകാശവും പഴയ ഭൂമിയും ഒഴിഞ്ഞുപോയി. അതിനുശേഷം പുതിയ ആകാശം പുതിയ ഭൂമി വെളിപ്പെട്ട് വരുന്നത് കാണുവാൻ കഴിയുന്നു. പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു, ആകാശം പോകും, സമുദ്രം മാറും, ഈ ഭൂമിയിലുള്ള സകല മൂലപദാർത്ഥങ്ങളും സകല പണികളും ബന്ധുരുകുന്ന ഒരു സമയമുണ്ട്. കർത്താവിൻ്റെ സമയം കളനെ പോലെ വരും. നമ്മുടെ കർത്താവ് എപ്പോൾ വരുന്നു എന്ന് ആർക്കും അറിയത്തില്ല. അവൻ മധ്യാകാശത്ത് വെളിപ്പെടും. ആമീൻ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെട്ട് പറന്നുയരുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. നോക്കുക, വേദപുസ്തകത്തിന്റെ ആരംഭം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് നമുക്കവിടെ കാണുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് കണ്ടിട്ട് അവസാന ഭാഗം വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയിട്ട് പുതിയൊരാകാശവും ഭൂമിയും വെളിപ്പെട്ട് വരുന്നത് കാണുവാൻ കഴിയും. അപ്പം വേദപുസ്തകത്തിന്റെ തുടക്കം ഒരു ആകാശവും ഭൂമിയെ സൃഷ്ടിക്കുന്ന കാണുന്നു. വേദപുസ്തകത്തിന്റെ അവസാനം അത് ഒഴിഞ്ഞു പോകുന്നതും പുതിയതൊന്ന് സൃഷ്ടിക്കുന്നതും മനുഷ്യന്റെ ഉൽപ്പത്തിയെ കാണുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു എന്ന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. എന്നാൽ വേദപുസ്തകത്തിന്റെ തുടക്കം മനുഷ്യനെ സ്വരൂപത്തിലും സാദൃശ്യം സൃഷ്ടിക്കുന്നു. എന്നാൽ വേദപുസ്തകത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ മനുഷ്യന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യതയെക്കുറിച്ച് അവിടെ കാണുവാൻ കഴിയുന്നു. ഈ ഭൂമിയും ഈ സമുദ്രവും ആകാശവും എല്ലാം പോയതിനു ശേഷം നിത്യതയിലേക്ക് മനുഷ്യനെ പ്രവേശിപ്പിക്കുന്ന ഒരു അനുഭവം അവിടെ കാണുവാൻ കഴിയുന്നു. പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ യെരൂശലേമും ദൈവത്തോട് കൂടെയുള്ള മനുഷ്യന്റെ വാസത്തെ അവിടെ കാണുവാൻ കഴിയുന്നു. സന്തോഷമുള്ളവർ ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. മനുഷ്യൻ തൻ്റെ പ്രാണനെ വിട്ടാൽ എവിടെ? ബൈബിൾ പറയുന്നു, മരണാനന്തരം നമുക്കൊരു ജീവിതമുണ്ട്, അത് നിത്യതയിലാണ്. ആമേൻ. മനുഷ്യൻ മരിച്ചു മണ്ണോട് ചേർന്നു, ശരീരം മാറുമ്പോൾ അവനിൽ അടങ്ങിയിരിക്കുന്ന ആത്മാവ് ദൈവം എവിടെ നമ്മെ ഒരു സുരക്ഷിതമായി കുറച്ച് നാളത്തേക്ക് സൂക്ഷിക്കുന്നുവോ, അതിനുശേഷം കർത്താവ് വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കും, ജീവനോടെ ശേഷിക്കുന്ന രൂപാന്തരപ്പെടും. അവർ മധ്യാകാശത്തിലേക്ക് അവൻ്റെ കാന്തയായി നമ്മൾ എടുക്കപ്പെടും. എന്നാൽ അതിനുശേഷം വെള്ളസിംഹാസനത്തിന് മുൻപായി സകല മനുഷ്യനും ഉയർത്തെഴുന്നേറ്റ് വരുന്നൊരു സമയമുണ്ട്. ഇതെന്തിനാന്ന് ചോദിച്ചാൽ അന്ത്യ ന്യായവിധിക്ക് വേണ്ടി.
പ്രൈസ് ലോർഡ്. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിരുന്ന ഒരു മനുഷ്യനുണ്ട്. 969 മധുശലേമാണ് 969. ഏറ്റവും കൂടുതൽ വർഷം ഭൂമിയിൽ ജീവിച്ചിരുന്നത്. എന്നാൽ താഴോട്ട് നോക്കുമ്പോൾ 36 അധ്യായത്തിൽ നമുക്കവിടെ കാണുവാൻ കഴിയും, മനുഷ്യന്റെ ആയുസ്സിനെ 120 വർഷമായി വെട്ടിക്കുറച്ചതായി കാണുവാൻ കഴിയും. ദൈവം മനുഷ്യന്റെ ആയുസ്സിനെ 120 വർഷമായി വെട്ടിക്കുറയ്ക്കുന്നത് കാണുവാൻ കഴിയും. സങ്കീർത്തനക്കാരൻ പറയുന്നു 70 ഏറെയായാൽ 80. നമുക്കറിയാം 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പലവിധമാകുന്ന രോഗങ്ങൾ ശരീരത്തിൽ പിടിക്കും. ഷുഗർ, പ്രഷർ, ഇങ്ങനെ ഒട്ടനവധി അസുഖങ്ങൾ നമ്മുടെ ശരീരത്ത് കയറി പിടിക്കും. പ്രൈസ് ലോർഡ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ബലഹീനമാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞു 70 ഏറെയായാൽ 80. മാക്സിമം ആൾക്കാർ 120 വയസ്സ് വരെ ജീവിച്ചിരുന്നവയൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 105, 100 ആൾക്കാരെയൊക്കെ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കേൾക്കും. ഇതുവരെ ഇത്ര വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്ന് കേൾക്കുവാൻ കഴിയും. എന്നിരുന്നാലും അത് വിരലിലെണ്ണാനുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും 40 കഴിയുമ്പം മുതൽ നമ്മുടെ ശരീരം സങ്കീർത്തനക്കാരൻ പറയുന്നു മനുഷ്യൻ്റെ ആയുസ് 4 വിരൽ നീളമാണ്. രാവിലെ ആരോഗ്യത്തോട് തഴച്ചു വളരുന്ന ഒരു പുല്ലിന് തുല്യമാണ്. ഒരു പൂ വിടർന്നാൽ വളരെ മനോഹരമായി ആ പൂ വിടരുന്നു. സന്ധ്യയാകുമ്പോൾ ആ പൂവ് വാടി നിലത്ത് കൊഴിഞ്ഞു വീഴുന്നത് പോലെ ഒരു മനുഷ്യൻ സുഖ സൗകര്യങ്ങളോട് കൂടെ ഈ ഭൂമിയിൽ ജീവിച്ചു തുടങ്ങും. മനോഹരമായും ആഡംബര ജീവിതത്തോടെ നമ്മൾ ജീവിച്ചു തുടങ്ങും. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ പോലും അറിയാതെ മരണം അവനെ കയറി പിടിക്കപ്പെടും. ഇന്ന് പകൽ എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? സഭാപ്രസംഗി 12 അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. സഭാപ്രസംഗി 12 അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും, ബലവാന്മാർ കുനിയും. നമ്മൾ നിവർന്നു നിൽക്കുന്ന കാലുകൾ വിറയ്ക്കാൻ തുടങ്ങുന്ന അനുഭവമുണ്ട്. നട്ടല് കൂനിപ്പോകുന്ന അനുഭവം ആയി വരും. അരച്ചുകൊണ്ടിരിക്കുന്ന പല്ലുകൾ കൊഴിഞ്ഞു പോകും, അത് എണ്ണക്കുറവായി മാറും. കിളിവാതിലൂടെ നോക്കുന്ന കണ്ണുകൾ അത് അന്ധമായി മാറും. കാത് കേൾക്കുവാൻ കഴിയാതെയാകുന്നു. ഉറക്കമില്ലാത്ത ഒരു അനുഭവം, ചെറിയ ഒരു അനക്കം പോലും പെട്ടെന്ന് ഉറക്കം കളയുന്ന ഒരു അനുഭവം. ഇങ്ങനെ മനുഷ്യനാകുന്നു. ഇങ്ങനെ ആകുന്നു എങ്കിൽ ദൈവം തന്ന ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഈ സമയം നമ്മുടെ സൃഷ്ടാവിനെ ഓർത്താൽ എത്ര നല്ലതായി മാറുന്നു. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? അതിൻ്റെ 5-ാമത്തെ വാക്യം ഒന്നു വായിച്ചേ. സഭാപ്രസംഗി 12 5-ാമത്തെ വാക്യം. നോക്കിക്ക് അവിടെ പറയാണ്, രോചനക്കുരു ഫലിക്കാതെ വരും. മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റി സഞ്ചരിക്കും. എന്തോ ഈ രോചനക്കുരു ഫലിക്കാതെ പോകുന്നു? മരുന്ന് ഏൽക്കാൻ കഴിയാതെ വിധം ശരീരം ദുർബലമാകും. മരുന്ന് പോലും ശരീരത്ത് പിടിക്കാൻ കഴിയാതെ വരുന്നൊരു അനുഭവം വരും. അടുത്ത വാക്യം, മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. അപ്പൊ നോക്കുക, മരണാനന്തരം നമുക്കൊരു ശാശ്വത ഭവനമുണ്ട്. ഈ ഭവനത്തിലേക്ക് നമ്മൾ പോകേണ്ടതായി വരും. പോകുന്നതിന് മുമ്പ് അമ്മയുടെ ഉദരത്തിൽ ജനിച്ച നമ്മൾ ഒരു 40 വയസ്സ് വരെയാകും. അതിനുശേഷം അവൻ ബലം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു ദിവസം ശാശ്വത ഭവനത്തിലേക്ക് നമ്മൾ പോകും. എത്ര പേർക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ കഴിയും? സന്തോഷത്തോടെ കരങ്ങളെ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. മനുഷ്യൻ തന്റെ പ്രാണനെ വിട്ടാൽ അവൻ ശാശ്വത ഭവനത്തിലേക്ക് അവൻ പോകും. അതാകുന്നു നിത്യത. ദൈവത്തെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനെയും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുക്കുമ്പോൾ മനുഷ്യവർഗത്തെ 2ആയി തിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. പാപികളെന്നും ദൈവത്തുള്ള വിശുദ്ധന്മാരെന്നും. നിത്യതയും നമുക്ക് 2 കാര്യങ്ങളായി തിരിക്കാൻ കഴിയും. സ്വർഗമെന്നും നരകമെന്നും
നമുക്ക് രണ്ടായി അതിനെ തിരിച്ച് പഠിക്കുവാൻ കഴിയും. ഞാൻ മുമ്പേ പറഞ്ഞു, മനുഷ്യന് ന്യായവിധിയുണ്ട്. വെള്ളസിംഹാസനത്തിന് മുൻപാകെ എല്ലാവരും ന്യായവിധിക്ക് വേണ്ടി വരും. ക്രിസ്തു തൻ്റെ സഭയെ മധ്യാകാശത്തെടുക്കപ്പെട്ടതിന് ശേഷം 7 വർഷം അവൻ മധ്യാകാശത്തിൽ യേശുവിടെ കൂടെ വസിക്കും. ഈ 7 വർഷം ഭൂമിയിൽ മഹോദ്രവ കാലഘട്ടം എന്നറിയപ്പെടും. 7 വർഷത്തിന്റെ അവസാനം ക്രിസ്തുവും തൻ്റെ തിരുസഭയുമായി കാന്തയുമായി ഒന്നിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് 1000 വർഷത്തെ ക്രിസ്തു രാജാവായി ഭരിക്കുന്ന ഒരു ഭാഗം വരുന്നു. അതിനുശേഷം വെള്ളസിംഹാസനത്തിന് മുൻപാകെ സകല മനുഷ്യനും ഉയർത്തെഴുന്നേറ്റ് വന്ന സിംഹാസനത്തിന് മുൻപാകെ നമ്മൾ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടു വരും. എന്നാൽ വെള്ളസിംഹാസനത്തിന് മുൻപാകെ നമ്മൾ നിൽക്കുന്നതിന് മുമ്പ് ഒരു താൽക്കാലികമായി നമ്മെ സൂക്ഷിക്കുന്ന ഒരിടമുണ്ട്. അത് ലോകമനുഷ്യനായാലും ദൈവമക്കളായാലും താൽക്കാലികമായി സൂക്ഷിക്കുന്നൊരു സമയമുണ്ട്. വെള്ളസിംഹാസനത്തിന് മുൻപാകെ പ്രവേശിച്ചതിന് ശേഷം ന്യായവിധിക്ക് വേണ്ടി നമ്മെ കൊണ്ടുപോയി ന്യായവിധിക്ക് ശേഷം നിത്യ തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്ന ഒരു അനുഭവം അവിടെ കാണുവാൻ കഴിയും. ഈ ന്യായവിധിയുടെ സിംഹാസനമാണ് വെള്ളസിംഹാസനം. എന്നാൽ ഈ തീപ്പൊയ്ക പിശാചിനും അവൻ്റെ സന്തതികൾക്കും ഒരുക്കിയിരിക്കുന്നതാണ്. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കി. എന്നാൽ മനുഷ്യനെ പാപത്തിൽ പെടുത്തിക്കളഞ്ഞു. യേശു ക്രിസ്തുവിലൂടെ നമുക്കൊരു വീണ്ടെടുപ്പ് സ്വർഗം നമുക്ക് നൽകി. സന്തോഷമുള്ളവർ ഒന്നുകൂടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ആമീൻ. ഒരു പാപി അവൻ്റെ ശരീരം മരിച്ച് മണ്ണിൽ അടക്കം ചെയ്തു. അവൻ്റെ ശരീരം മണ്ണിനോട് മണ്ണ് ചേർന്ന് കഴിയുമ്പോൾ അവൻ്റെ ജീവൻ അല്ലെങ്കിൽ ആത്മാവ് അവിടം വിട്ട് ഉയരുന്നു. ആർക്കും പിടിച്ചു നിർത്താൻ കഴിയാത്ത മനുഷ്യൻ്റെ ആത്മാവ്, ആമീൻ സ്തോത്രം, ദൈവകരങ്ങളിലേക്ക്, ദൈവമക്കളായി മരിക്കപ്പെടുന്നവരുടെ ആത്മാവ് ദൈവകരങ്ങളിലേക്ക് താൽക്കാലിക സൂക്ഷിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ പാപികളായിരിക്കുന്നവരുടെയും ആത്മാവ് അവരെയും താൽക്കാലികമായി യാതന സ്ഥലത്തിലേക്ക് സൂക്ഷിക്കപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരാൾ ഏത് മനുഷ്യനായാലും അവൻ മരിച്ചു, അവൻ്റെ ആത്മാവിനെ സ്വീകരിച്ചു കൊണ്ടുപോകുവാൻ ദൂതന്മാർ വരുന്നു എന്ന് ആൾക്കാരൊക്കെ പറഞ്ഞാലും ഹല്ലേലൂയ, ക്രിസ്തുവിൽ മരിക്കുന്നവനെ മാത്രമേ ദൈവത്തിന്റെ ദൂതന്മാർ സുരക്ഷിത സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നേയുള്ളൂ. അല്ലാതെ മരിക്കുന്നവരെയും കൈക്കൊള്ളുവാൻ സാത്താൻ കടന്നു വരും. യാതനാ സ്ഥലത്തേക്ക്, താൽക്കാലികമായ യാതനാ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് കാണുവാൻ കഴിയും. വേദപുസ്തകത്തിൽ പാതാളമെന്നും യാതനാ സ്ഥലമെന്നും ഏറ്റവും പുറത്തുള്ള ഇരുട്ടെന്നും അഗാധ കൂപമെന്നും ഒക്കെ ആ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഈ സ്ഥലത്ത് പോകുവാനല്ല ദൈവമക്കളെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മെ നിത്യതയിൽ യേശുവിനോട് കൂടെ കൊണ്ടുപോകുവാനാണ്. മനുഷ്യവർഗത്തെ മുഴുവനായി രക്ഷിക്കുവാൻ യേശു ഭൂമിയിലേക്ക് കടന്നു വന്നു. അവന്റെ രക്തമൊഴുക്കി നമ്മെ വീണ്ടെടുത്ത യേശുവിൽ വിശ്വസിക്കുന്ന ഏവരെയും ദൈവമക്കളാണ് അധികാരം അവൻ നമുക്ക് നൽകുകയാണ്. യേശുവിന്റെ രക്തത്താൽ നമ്മളെ കഴുകി വീണ്ടെടുത്തു കഴിയുമ്പോൾ നമ്മെ ലോകമനുഷ്യന്റെ കൂടെയല്ല എണ്ണപ്പെടുത്തുന്നത്, നമ്മെ അവൻ എണ്ണുന്നത് ദൈവ മക്കളാക്കിയാണ് എണ്ണുന്നത്. അവന്റെ മകനും മകളുമായി നമ്മെ എണ്ണുവാൻ കഴിയുന്നത് കാണുവാൻ കഴിയുന്നു. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? ഒരു ഭാഗം കൂടെ നമുക്ക് വായിക്കാം. ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം 19-ാമത്തെ വാക്യം. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ചു. ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചു പോന്നു. ശ്രദ്ധിക്കുക, ഈ ധനവാനായ ഈ മനുഷ്യന്റെ പ്രത്യേകത, അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ വിണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വിണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിലെ ലാസറിനെയും കണ്ടു.
അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസറിന്റെ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസറാവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കുക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അടുത്ത വാക്യം. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്നും നിന്റെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അതിനവൻ, എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അയക്കണമേ എന്ന് നീ അപേക്ഷിച്ചു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിക്കുവാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ, അല്ലല്ല, അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ, അവിടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. മതി. ഈ ഭാഗം നമ്മൾ വായിച്ചപ്പോൾ നമുക്കൊരു വലിയൊരു കാര്യം മനസ്സിലായി. ധനവാനായ ഒരു മനുഷ്യൻ, അവൻ പട്ടും ധൂമ്രവസ്ത്രവും ധരിച്ചു, ദിനം പ്രതി ആഡംബരത്തോടെ ജീവിച്ചു. അവന്റെ പടിപ്പുരക്കൽ ലാസർ എന്ന് പറയുന്ന ഒരു ദരിദ്രനായ ഒരു മനുഷ്യൻ, അവന്റെ ശരീരം മുഴുവൻ വ്രണം നിറഞ്ഞിരുന്നു. ഈ ധനവാനായ മനുഷ്യന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ ഇവൻ ഭക്ഷിച്ചു. വ്രണങ്ങൾ, അവൻ വ്രണങ്ങൾ നക്കി. അങ്ങനെ രണ്ടുപേരും മരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. ഒരൊറ്റ ചോദ്യം, നമ്മേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു മനുഷ്യനായിരുന്നു ധനവാനായ മനുഷ്യൻ. എന്താ അതിന്റെ കാരണം? അവന്റെ പടിപ്പുരവാതുക്കൾ ശരീരം മുഴുവനും വ്രണം നിറഞ്ഞ നാം നക്കിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനെ പടിപ്പുരവാതുക്കൾ കിടക്കാൻ അവൻ അനുവദിച്ച് തന്നെ വലിയൊരു മനസ്സലിവ് കൊണ്ട. തൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന തൻ്റെ കുഞ്ഞുങ്ങൾ ഭക്ഷിച്ചു, താൻ ഭക്ഷിച്ചതിൻ്റെ മീതി ഇത് ഭക്ഷിപ്പാൻ ഇവനെ അനുവദിച്ച് തന്നെ. ഇത് വലിയൊരു മനസാക്ഷിയുടെ ഉടമയായിട്ട ഇല്ലേ? ഈവൻ ശരീരത്ത് ഒരു മുറിവുള്ള ഒരാൾ നാറുന്ന അവസ്ഥയിൽ നമ്മുടെ വീടിൻ്റെ മുൻപിൽ പടിവാതുക്കൽ കിടക്കാനോ അന്തി ഉറങ്ങാനോ വിശ്രമിക്കാനോ ഒരുങ്ങിയാൽ അനുവദിക്കുന്നവരല്ല നമ്മൾ. അത്രയും ആഡംബരത്തോടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ നാറ്റം ഭവിക്കുന്ന ശരീരത്തോടു കൂടെ അവന്റെ പടിപ്പുരവാതുക്കൽ കിടക്കുമ്പോൾ അവനോട് മനസ്സലിയുന്ന ഒരു മനുഷ്യനായിരുന്നു ധനവാനായ മനുഷ്യൻ. എന്ന് പറഞ്ഞാൽ നീതിപ്രവർത്തികൾ, ദാനധർമ്മങ്ങൾ, മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മനസ്സുള്ളൊരു മനുഷ്യനായി, മനുഷ്യന്റെ മുൻപിൽ നല്ല മനുഷ്യനായി ജീവിച്ച ഒരുവനായിരുന്നു ധനവാനായ മനുഷ്യൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? എത്ര പേർക്ക് മനസ്സിലാകുന്നു? എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഇതിനകത്തിരിക്കുന്ന ഞാനും നിങ്ങളെക്കാൾ ആമീൻ നല്ലവനായ ഒരു മനുഷ്യനായിരുന്നു ധനവാനെന്ന് പറയുവാൻ മടിയില്ല. പക്ഷേ ഇവർ രണ്ടുപേരും മരിച്ചു. ലാസർ അബ്രഹാം പിതാവിന്റെ മടിയിൽ പോയി. ധനവാനായ മനുഷ്യൻ യാതനാ സ്ഥലത്തിലേക്ക് പോകുന്നു. യാതനാ സ്ഥലത്ത് ചെന്നപ്പോഴാണ് ഈ മനുഷ്യൻ മുകളിലോട്ട് നോക്കുന്നത്. നോക്കിയപ്പോൾ ഒരു കാര്യം കണ്ടു. അബ്രഹാം പിതാവും അവന്റെ മടിയിലിരിക്കുന്ന ലാസറിനെയും കാണുന്നു. അവൻ വിളിക്കുന്നൊരു വാക്കുണ്ട്, അബ്രഹാം പിതാവേ എന്ന് പറഞ്ഞാൽ അബ്രഹാമിനെയും പിതാവിനെയും ദൈവത്തെയും അറിയാവുന്നൊരു മനുഷ്യനാണ്. പക്ഷേ അവൻ ഒരിക്കൽ പോലും മുകളിലോട്ട് നോക്കിയിട്ടില്ല. ഈ ഭൂമിയിൽ നമുക്ക് തന്ന സുഖ സൗകര്യങ്ങൾ കൊണ്ട് ആഡംബര ജീവിതം നയിക്കാനല്ല ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. ഇന്ന് പകൽ ജനിച്ച സമയം മുതൽ നമുക്കൊരു ജീവശ്വാസം തന്നു. ആമേൻ. ഈ ശരീരത്തിനകത്ത് ഒരു പമ്പ് സെറ്റ് ഫിറ്റ് ചെയ്തു. എപ്പോൾ ജീവൻ ഉളവാക്കുന്നോ ആ നിമിഷം മുതൽ ആ പമ്പ് സെറ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്.
അതിന് ദൈവം വെച്ചിരിക്കുന്ന ഹല്ലേലൂയ ഒരു സൈക്ലിംഗ് ചെയിനാണ്. ഈ പമ്പ് സെറ്റിനെ കറക്കുവാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു സൈക്കിൾ ചെയിൻ പോലെ അകത്തേക്ക് വലിച്ചെടുക്കുന്ന ശ്വാസവും അകത്തുനിന്ന് പുറത്തേക്ക് പോകുന്ന ശ്വാസവും അത് ഒരു മനുഷ്യൻ ജനിക്കുന്ന സമയം മുതൽ, ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന സമയം മുതൽ അവന്റെ ശ്വസനങ്ങൾ തുറക്കുവാൻ തുടങ്ങും. അവന്റെ ഹൃദയം ചലിക്കാൻ തുടങ്ങുന്നു. അതങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്നലകൾ വരെ ഒരുപാട് രോഗങ്ങൾ, പനിയും മറ്റു പല രോഗങ്ങൾ, കോവിഡുകൾ, പകർച്ചവ്യാധികൾ, സ്തോത്രം, അനവധി നമ്മുടെ ശരീരത്തെ കടന്നു പിടിച്ചപ്പോഴും ഒരു നിമിഷം പോലും ഈ പമ്പ് സെറ്റിന് അനക്കം നിൽക്കാൻ ദൈവം അനുവദിക്കാതെ അതത് സമയത്ത് സർവീസ് നടത്തിയ ഒരു ദൈവം നമുക്കുണ്ട്. ഒരു വാഹനത്തിന്റെ ഇഞ്ചിന്റെ ശബ്ദത്തിന് വ്യത്യാസം വന്നാൽ തക്കതായ ഒരു മെക്കാനിക്കിനെ കാണിച്ച് സർവീസ് ചെയ്യുന്നത് പോലെ നമ്മുടെ ഹൃദയത്തെ അതത് സമയത്ത് ഇന്നുകൾ മുട്ടുമടക്കി മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതിനാവശ്യമായ സർവീസ് ചെയ്യാൻ കഴിയുന്ന ഒരു കരം നമ്മുടെ കൂടെയുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നു, യെരൂശലേം സ്തോത്രം പർവ്വതങ്ങളുടെ നടുവിൽ അതിനെ സുരക്ഷിതമാക്കി നിർത്തുന്നത് പോലെ ദൈവം തന്റെ ജനങ്ങളെ സ്തോത്രം അവൻ സുരക്ഷിതമാക്കി നിർത്തുന്ന ഒരു ദൈവമുണ്ട്. രോഗങ്ങൾ ശരീരത്തിൽ ആഞ്ഞടിച്ചു നേരെ നിൽക്കാൻ കഴിയാത്ത അനുഭവമുണ്ട്. നമ്മുടെ പ്രായക്കാർ, നമ്മളെക്കാൾ ഇളയവർ, മൂത്തവരൊക്കെ രോഗത്തിൽ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴും ഈ സമയം വരെ ഒരു പോലും വരുത്താതെ നിർത്തിയൊരു ദൈവമില്ലേ? അകത്തേക്കെടുക്കുന്ന ശ്വാസം പുറത്തേക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ തീരും സകലതും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നിങ്ങളുടെ മുൻപിൽ തിരുവചനം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ, അകത്തേക്കെടുക്കുന്ന ശ്വാസം പുറത്തേക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ദൈവമക്കളെ ഇവിടെ തീരും, ഈ സ്റ്റേജിൽ തീരും എന്റെ സകലതും. എന്നാൽ അതത് സമയത്ത് ഈ പമ്പ് സെറ്റ് വർക്ക് ചെയ്യാൻ, ഹാർട്ട് എന്ന് നമ്മൾ പറയുന്ന ഈ പമ്പ് സെറ്റ് വർക്ക് ചെയ്യാൻ എന്റെ സ്വർഗം അതത് സമയത്തിനെ ഹല്ലേലൂയ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാന്നിധ്യം നമ്മുടെ മുൻപിലുണ്ട്. ആ ദൈവത്തെയാണ് ആരാധിപ്പാൻ നമ്മൾ കടന്നു വന്നത്. ഹല്ലേലൂയ. കണ്ണുണ്ടായിട്ടും കാണാൻ കഴിയാത്തതും കാതുണ്ടായിട്ടും കേൾക്കാൻ കഴിയാത്ത ഒരു ദൈവത്തെയല്ല നമ്മൾ ആരാധിക്കുന്നത്. അവൻ ജീവിക്കുന്ന ദൈവമാണ്. 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവർ മധ്യത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? അപ്പൊ നോക്കുക, ഈ ഭൂമിയിലെ സുഖ സൗകര്യങ്ങൾ സ്വർഗം നമുക്ക് നൽകുമ്പോൾ ആഡംബരത്തോടെ ജീവിക്കാനല്ല, ഒന്നുമില്ലെങ്കിലും ഒരു ദരിദ്രനായിട്ടാണെങ്കിലോ പഠിപ്പുരവാദികളാണെങ്കിലോ ഒന്നോർത്ത മതി, എന്നെ കാണുന്ന ഒരു സ്വർഗമുണ്ട്. ഞാൻ ഉയരത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു ദൈവത്തെ കാണുവാൻ കഴിഞ്ഞെങ്കിൽ അത് മതി എന്ന് വെച്ചോ. സ്തോത്രം. ഏറെയായാൽ 80 കഴിയുമ്പോൾ ഈ മൺവിട്ട് പോയേ മതിയാകുള്ളൂ. ഈ മൺമറഞ്ഞു പോകുമ്പോൾ നമ്മെ സൂക്ഷിക്കാൻ എന്റെ സ്വർഗത്തിലെ ദൈവം അവിടെ ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ധനവാൻ പറയുകയാണ്, ധനവാൻ ഒരു കാര്യം പറയുന്നു. അവൻ മേൽപോട്ട് നോക്കിയപ്പോൾ അബ്രഹാം പിതാവിനെയും ലാസറിനെയും കണ്ടപ്പോൾ പറയുകയാണ്, അയ്യോ അബ്രഹാം പിതാവേ, ഞാനിവിടെ യാതിനെ അനുഭവിക്കുകയാ. ഞാൻ ഒരുപാട് നല്ല പ്രവൃത്തി ചെയ്തില്ലേ, ഒരുപാട് ആലയത്തിന് ക്യാഷ് കൊടുത്തു, ഒരുപാട് സ്വന്തം സാമ്പത്തികളൊക്കെ നൽകിയിട്ടുണ്ട്, പക്ഷേ ഞാനിവിടെ യാതിനെ അനുഭവിക്കുക. അബ്രഹാം പിതാവ് പറഞ്ഞു, നീ എത്ര യാതനയായാലും നമ്മൾ തമ്മിൽ പിളർപ്പുണ്ട്. ഇവിടുന്ന് ആർക്കും വരാൻ കഴിയത്തില്ല, അവിടെ നിന്ന് ആർക്കും ഇങ്ങോട്ട് വരാൻ കഴിയുകയില്ല. അതുകൊണ്ട് നീ ഭൂമിയിലായിരിക്കുമ്പോൾ നല്ലത് പ്രവർത്തിച്ചാൽ, ദൈവത്തിനു വേണ്ടി ജീവിച്ചാൽ, നിന്റെ അന്തരം അവന് വേണ്ടി സ്തുതികൾ അർപ്പിച്ചുകൊണ്ടിരുന്നാൽ, നിന്റെ ജീവിതം അവന് വേണ്ടി അർപ്പിച്ചിരുന്നാൽ, ഏറെയായ 80 ഇത് കൊഴിയുന്നൊരു സമയമുണ്ട്. നിന്റെ കാലുകൾ വിറച്ചു പോകുന്ന ഒരു സമയമുണ്ട്, നിന്റെ നട്ടല് വളയുന്നൊരു സമയമുണ്ട്, നിന്റെ പല്ലുകൾ കൊഴിയുന്നൊരു സമയമുണ്ട്, നിന്റെ കണ്ണിന്റെ കാഴ്ച നിന്നു പോകുന്നൊരു സമയമുണ്ട്, കാതിന്റെ കേൾവി നിൽക്കുന്നൊരു സമയമുണ്ട്. എന്നാൽ ജനിച്ച സമയം മുതൽ നിന്നെ കരുതുന്നൊരു ദൈവം, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ മനുഷ്യൻ പറയുന്നു, അങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്യും, ഞാനും അനുഭവിച്ചു, എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരെങ്കിലും അനുഭവിച്ചു പോകാതിരിക്കാൻ നീ അവനെ അങ്ങോട്ട് നയിക്കണമേ, അവരെങ്കിലും മാനസാന്തരപ്പെടട്ടെ.
അബ്രഹാം പിതാവ് പറഞ്ഞു, ഇല്ല, അവിടെ പോകുവാൻ നിർവാഹമില്ല. അവിടെ മോശയും മറ്റു പല പ്രവാചകന്മാരുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം പ്രവാചകന്മാരും മോശയുമുണ്ട്. അവർ പറയുന്ന കേട്ടിട്ട് അവർ മാനസാന്തരപ്പെടട്ടെ. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ സ്വർഗം നമുക്ക് ഒരുക്കിയിരിക്കുന്ന സമയം മാനസാന്തരത്തിന്റെ കാലയളവാ. മാനസാന്തരത്തിനുള്ള അവസരങ്ങളാണ്. ഈ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഏത് സമയം നമ്മെ മരണം പിടിപെടും, ഏത് സമയം കർത്താവ് വരുവാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് നൽകപ്പെട്ടിരിക്കുന്ന മാനസാന്തരത്തിന്റെ സമയങ്ങൾ, അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയാതെ, ആഡംബരത്തിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങൾ നയിക്കുവാൻ കഴിയാതെ ഇന്ന് പകൽ ദൈവകരങ്ങളെ കേൾപ്പിക്കുവാൻ എത്ര പേർക്ക് കഴിയും? കരങ്ങളെ ഉയർത്തി സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്.